എല്ലാവർക്കും നമസ്കാരം. സൈലത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് വിഷ്ണു സജീവൻ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പൊന്നിയിൻ സെൽവൻ സിനിമയിൽ നമ്മൾ കണ്ട ഒരു രാജവംശം, ചോള രാജവംശം, അതിൻ്റെ തുടക്കം എങ്ങനെയാണ്, അവരുടെ ക്യാപിറ്റൽ എവിടെയായിരുന്നു, പ്രധാനപ്പെട്ട രാജാക്കന്മാർ ആരൊക്കെയാണ്, അവരുടെ അവസാനം എങ്ങനെയാണ്. അപ്പോൾ ആ സിനിമ കണ്ടവർക്ക് ഏകദേശം അവസാനം അറിയാം. പാണ്ഡ്യന്മാരുടെ കയ്യാൽ ആദിത്യ കരികാലം കൊല്ലപ്പെടുന്നെല്ലാം നമ്മൾ കണ്ടിരുന്നു. ഇൻഡെപ്ത് ആയിട്ട് കേന്ദ്ര ഗവൺമെന്റ് പരീക്ഷകൾക്ക് സ്ഥിരം ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. സൗത്ത് ഇന്ത്യൻ ഡൈനാസ്റ്റി, ചോള, ചേര, പാണ്ഡ്യ ഡൈനാസ്റ്റികളെ പറ്റി. അതിൽ ചോള ഡൈനാസ്റ്റിയെ പറ്റി ഈ വീഡിയോയിൽ നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കും. വരും ക്ലാസ്സുകളിൽ യൂട്യൂബിലൂടെ തന്നെ നമുക്ക് ചേര, പാണ്ഡ്യ ഡൈനാസ്റ്റികളെ പറ്റിയും പഠിക്കാം. ക്ലിയർ ആണല്ലോ? ചോള രാജവംശം നമുക്ക് തുടങ്ങാം. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ സൈലത്തിന്റെ ഓൺഗോയിങ് ആയിട്ടുള്ള ബാച്ചുകളെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. ഇപ്പോൾ അഡ്മിഷൻ പോയിക്കൊണ്ടിരിക്കുന്നത് 3 ബാച്ചുകളിലേക്കാണ്. ഒന്നാമത്തേത് RRBയുടെ ALP ബാച്ചാണ്, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ബാച്ചാണ്. അതിന്റെ ഫീ വരുന്നത് 3999 രൂപയാണ്. രണ്ടാമത്തേത് RRBയുടെ തന്നെ RPF ബാച്ചാണ്, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലേക്കുള്ള SI കോൺസ്റ്റബിൾ ബാച്ചാണ്. അതിന്റെ ഫീ വരുന്നത് 2999 രൂപയാണ്. SSCയുടെ CGL ഓഫീസേഴ്സ് ബാച്ചാണ് മൂന്നാമത്തേത്. നിങ്ങൾ എല്ലാവരും ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ബാച്ചാണ്. അതിന്റെ ഫീ വരുന്നത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള 5999 5999 രൂപയാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊന്നും റെക്കോർഡഡ് ക്ലാസ്സുകളല്ല, എല്ലാം ലൈവ് ക്ലാസ്സുകളായിരിക്കും. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമുക്ക് സംസാരിച്ച് പഠിച്ച് ചോദിച്ച് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാം. കേട്ടോ? അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നിങ്ങളുടെ എൻക്വയറീസിന് വേണ്ടി എങ്ങനെ ജോയിൻ ചെയ്യണം, എന്തൊക്കെയാണ് ബാച്ച് ഡീറ്റെയിൽസ്, എത്ര ക്ലാസ്സുകളുണ്ട് തുടങ്ങിയ സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നമ്പറിലേക്ക് വിളിക്കുക. നമ്പർ നോട്ട് ചെയ്യുക: 9995 100 800 9995 100 800. ക്ലിയർ ആണല്ലോ? നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ചോള രാജവംശം അല്ലെ? ചോള രാജവംശം എന്ന് പറയുന്നത് തമിഴ്നാട്, അതായത് അന്ധകാലത്തെ തമിഴകം എന്ന് പറയുന്ന ഭാഗത്തെ, തമിഴകം എന്ന് പറയുന്ന ഭാഗത്തെ പ്രധാനപ്പെട്ട 3 ഡൈനാസ്റ്റികൾ ഒന്നായിരുന്നു. പ്രധാനപ്പെട്ട 3 ഡൈനാസ്റ്റികൾ, ദ 3 ക്രൗൺഡ് കിങ്സ് ഓഫ് തമിഴകം. തമിഴകത്തിലെ ആ 3 ഡൈനാസ്റ്റികൾ ഏതൊക്കെയാണ്? 1 ചേര, 2 ചോള, 3 പാണ്ഡ്യ. ചോള, ചേര, പാണ്ഡ്യ, അല്ലെങ്കിൽ ചേര, പാണ്ഡ്യ, ചോള, ഈ 3 പേരായിരുന്നു തമിഴകത്തിലെ പ്രധാനപ്പെട്ട 3 ഡൈനാസ്റ്റികൾ. അപ്പൊ അവരെ വിളിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് അറിയോ? അവരെ വിളിച്ചുകൊണ്ടിരുന്നത് വാൻപുകഴ് മൂവർ എന്നാണ്. വാനോളം പുകഴ്ത്തപ്പെട്ട മൂവർ എന്ന് ഓർത്തിരിക്കാം അല്ലെ? വാൻപുകഴ് മൂവർ, 3 ഗ്ലോറിഫൈഡ് ബൈ ഹെവൻ. വാൻപുകഴ് മൂവർ എന്ന് അവർ വിളിച്ച ഒരു ടെക്സ്റ്റ് ഉണ്ട്. ആ ടെക്സ്റ്റിന്റെ പേരാണ്, എഴുതിക്കൊള്ളുക, തോൽക്കാപ്പിയം. ഒരു ഏൻഷ്യൻ തമിഴ് ഗ്രാമർ ടെക്സ്റ്റ് ആണ് തോൽക്കാപ്പിയം. തോൽക്കാപ്പിയത്തിലാണ് ഈ 3 പേരെ എന്ത് വിളിച്ചത്? വാൻപുകഴ് മൂവർ എന്ന് വിളിച്ചത്. തോൽക്കാപ്പിയം എഴുതിയ വ്യക്തിയുടെ പേരെന്താണ്? തോൽക്കാപ്പിയാർ. അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ വർക്ക് അറിയപ്പെടുന്നത് അല്ലെ? ചാരക എഴുതിയ ചാരക സംഹിത, സുശ്രുത എഴുതിയ സുശ്രുത സംഹിത എന്നൊക്കെ നമ്മൾ ഹിസ്റ്ററിയിൽ പഠിക്കും. അതുപോലെ തോൽക്കാപ്പിയാർ എഴുതിയ തമിഴ് ഗ്രാമർ ടെക്സ്റ്റ് ആയിട്ടുള്ള തോൽക്കാപ്പിയത്തിലാണ് ഈ ചോളനെയും ചേരനെയും പാണ്ഡ്യനെയും വാൻപുകഴ് മൂവർ എന്ന് വിളിച്ചത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ചോളന്മാര്, പാണ്ഡ്യന്മാര്, ചേരന്മാര്, ഈ 3 പേരെയും നമ്മൾ വരും ക്ലാസ്സുകളിൽ കാണും. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചോളന്മാരെ പറ്റിയാണ്. അപ്പോൾ 1-2 പോയിന്റുകൾ, പ്രധാനപ്പെട്ട പോയിന്റുകൾ പറഞ്ഞിട്ട് ഞാൻ പോകാം. ഇവരുടെ പോർട്ട് സിറ്റികൾ ഏതൊക്കെയാണ്? അതായത് ഏൻഷ്യന്റ് ഇന്ത്യയിൽ ഈ 3 രാജവംശത്തിന്റെയും പ്രധാന കച്ചവട മാർഗമായിരുന്നു അവരുടെ തുറമുഖങ്ങൾ, പോർട്ട് സിറ്റികൾ. അതേപ്പറ്റി ചോദിക്കും. ഏതൊക്കെയാണെന്ന് കണ്ടിട്ട് ഈ മാപ്പിൽ തന്നെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് പോകാം. ചോളന്മാരുടെ പ്രധാനപ്പെട്ട പോർട്ട് സിറ്റി ആയിരുന്നു കാവേരി പട്ടണം അല്ലെങ്കിൽ പുഹർ. സിംപ്ലി പറഞ്ഞാൽ പുഹർ. കാവേരി പട്ടണം അല്ലെങ്കിൽ പൂംപുഹർ, കാവേരി പൂംപട്ടണം, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അത് ആരുടെ പോർട്ട് സിറ്റിയാണ്? ചോളന്മാരുടേതാണ്. ഇനി ചേരന്മാരിലേക്ക് വരാം. ചേരന്മാരിൽ വരുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താ? ചേരാസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാപ്പിൽ കണ്ടാൽ അറിയാം, ഈ ഭാഗത്ത് കണ്ടാൽ അറിയാം. പ്രസന്റ് ഡേ കേരളത്തിന്റെ നല്ലൊരു ഭാഗവും അവരുടെ കയ്യിലായിരുന്നു. തമിഴ്നാടും കേരളവും അടങ്ങുന്ന ഭാഗമായിരുന്നു അവരുടെ പ്രധാന ഭരണ കേന്ദ്രം. അവരുടെ പോർട്ട് നോക്കുക: തൊണ്ടി, വഞ്ചി, മുച്ചിരി അല്ലെങ്കിൽ മുസിരി, അതായത് ഇന്നത്തെ ഈ കൊയിലാണ്ടി ഭാഗം അല്ലെങ്കിൽ കൊച്ചി ഭാഗം, കൊടുങ്ങല്ലൂർ ഭാഗം, ഈ ഭാഗത്തൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട പോർട്ടുകൾ ഉണ്ടായിരുന്നത്. ഏതൊക്കെയാണ്? തൊണ്ടി, ടിൻഡിസ് എന്നൊക്കെ ഗ്രീക്ക് ഹിസ്റ്റോറിയൻസ് വിളിച്ചിട്ടുണ്ട്. പിന്നെ മുച്ചിരി, മുസിരിസ് ബിനാലെ, കൊച്ചി മുസിരിസ് ബിനാലെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അടുത്തതാണ് വഞ്ചി. അപ്പൊ ഈ പ്രധാനപ്പെട്ട പോർട്ടുകൾ ആരുടെയായിരുന്നു? ചേരന്മാരുടേതായിരുന്നു. അടുത്തത് പാണ്ഡ്യാസിന്റെ പോർട്ട് നോക്കുക:
കോർക്കൈ. എന്താണ്? കോർക്കൈ. അപ്പൊ കോർക്കൈ പാണ്ഡ്യാസിന്റെ പോർട്ടാണെങ്കിൽ തൊട്ടു മുകളിലേക്ക് ചോളാസിന്റെ പോർട്ടാണ് പുഹർ അല്ലെങ്കിൽ പൂംപുഹർ അല്ലെങ്കിൽ കാവേരി പൂംപട്ടണം അല്ലെങ്കിൽ കാവേരി പട്ടണം എന്ന് പറയുന്നത് ചേരാസിന്റെ പോർട്ട്. ഏറ്റവും കൂടുതൽ സ്പൈസ് കച്ചവടം നടന്ന ഇന്ത്യയുടെ സ്പൈസ് ഗാർഡൻ എന്നറിയപ്പെടുന്ന കേരളമാരുടെ കയ്യിലായിരുന്നു, ചേരന്മാരുടെ. അപ്പൊ ഏറ്റവും കൂടുതൽ കച്ചവടം സ്പൈസ് തന്നെയാണ്. സ്പൈസ് കച്ചവടം നടന്ന തൊണ്ടി, വഞ്ചി, മുച്ചിരി അല്ലെങ്കിൽ മുസിരിസ്, ഈ 3 എണ്ണമാണ് അവരുടെ പ്രധാനപ്പെട്ട പോർട്ട്. ക്ലിയർ ആണല്ലോ. അടുത്തതായിട്ട് SSC പരീക്ഷകൾക്ക് നമ്മൾ ചോദിച്ച് കണ്ടിട്ടുള്ള ചോദ്യമാണ് ഇവരുടെ സിമ്പൽ എന്താണ്, റോയൽ ഫ്ലാഗിലുള്ള സിമ്പൽ എന്താണെന്ന്. ഇതാ ഈ പൊന്നിയിൻ സെൽവൻ സിനിമ കണ്ടവർക്ക് അവരുടെ ഫ്ലാഗ് ഓർമ്മയുണ്ടാവും, ഈ ഫ്ലാഗ് ഓർമ്മയുണ്ടാവും, ആ ഫ്ലാഗിലുള്ള മൃഗത്തെയും ഓർമ്മയുണ്ടാവും അല്ലേ. എന്താണ് ചോളന്മാരുടെ ഫ്ലാഗ്? ചോളന്മാരുടെ ഫ്ലാഗാണ് ടൈഗർ അല്ലെ. കുതിച്ചു ചാടുന്ന, കുതിച്ചു പായുന്ന കടുവയാണ് അവരുടെ ചിഹ്നം എന്ന് പറയുന്നത്. അമ്പും വില്ലും, ബോ ആൻഡ് ആരോ ആരുടേതാണ്? ചേരന്മാരുടേതാണ് അല്ലേ. ചേര രാജാക്കന്മാരുടേതാണ് അമ്പും വില്ലും. അതേ സിനിമയിൽ നിങ്ങൾ പാണ്ഡ്യാസിനെ കണ്ടിട്ടാവും. അവരുടെ ഫ്ലാഗ് എന്താണ്? അവരുടെ ഫ്ലാഗാണ് ഫിഷ്, മീനുകൾ. പാണ്ഡ്യാസിന്റെ ഫ്ലാഗാണ് ഫിഷ്. ചോളന്മാരുടെ ടൈഗർ, ചേരന്മാരുടെയാണ് അമ്പും വില്ലും. ക്ലിയർ ആണല്ലോ. ക്ലിയർ ആണ്. ചോള രാജാക്കന്മാരെ പറ്റി പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതൊരു ഒറ്റ ടൈം പീരീഡിൽ നമുക്ക് ഒതുക്കി നിർത്താൻ പറ്റില്ല. ചോള രാജാക്കന്മാരിൽ പ്രധാനമായിട്ടും 2 വിഭാഗക്കാരുണ്ടായിരുന്നു. ഏർലി ചോളാസ്, ആദ്യ കാലഘട്ടത്തിൽ വന്നവർ. ആദ്യ കാലഘട്ടം എന്ന് പറയുമ്പോൾ സംഘം ലിറ്ററേച്ചറിന്റെ ഒക്കെ കാലഘട്ടം. സംഘം ലിറ്ററേച്ചർ നമുക്കറിയാം, പണ്ട് കാലങ്ങളിൽ തമിഴിൽ എഴുതപ്പെട്ട സംഘം ലിറ്ററേച്ചർ. അതിന്റെ റഫ്ലി ടൈം ലൈൻ പറയുന്നത് 600 BC മുതൽ 300 CE വരെയാണ്. BC എന്താണ്? ബിഫോർ ക്രൈസ്റ്റ് അല്ലെങ്കിൽ ബിഫോർ കോമൺ എറ അല്ലെ. സി എന്ന് പറയുമ്പോൾ കോമൺ എറ അല്ലെങ്കിൽ AD അന്നോ ഡൊമിനി എന്നൊക്കെ നമ്മൾ പറയും. അതായത് 600 BC മുതൽ കുറഞ്ഞ് 500ആയി, 400ആയി, 300ആയി കുറഞ്ഞു വന്ന് 0 ആയി പിന്നെ ADയിലേക്ക് പോയി. ഏകദേശം 900 വർഷത്തോളമായിരുന്നു ഈ കാലഘട്ടം ഉണ്ടായിരുന്നത്, BCയിൽ നിന്നും ADയിലേക്ക്. ആ പഴയ കാലഘട്ടത്തിലുള്ളവരെയാണ് നമ്മൾ ഏർലി ചോളാസ് എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? ഏർലി ചോളാസ്. അവരിൽ പ്രധാനപ്പെട്ട രാജാവായിരുന്നു കരികാല ചോള. കരികാല ദ ഗ്രേറ്റ്, കരികാല ചോള എന്നൊക്കെ വിളിക്കുന്ന ഒരേ രാജാവാണ്. ആദിത്യ കരികാലൻ അല്ല കേട്ടോ. ആദിത്യ കരികാലൻ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ പൊന്നിയിൻ സെൽവൻ എന്ന് വിളിക്കുന്ന രാജരാജ ചോളൻ ഉൾപ്പെടുന്ന, പൊന്നിയിൻ സെൽവൻ പൊന്നിയുടെ മകൻ അല്ലെ. പൊന്നി എന്ന് ചെയ്ത നദിയാണ് പൊന്നി? പറഞ്ഞേ. കാവേരി നദിയാണ്. അതിന് കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞു കാവേരി പട്ടണം, കാവേരിയിലുള്ള പട്ടണം അതായിരുന്നു ചോളന്മാരുടെ പോർട്ട്. ഇതാ ഈ ഒഴുകുന്ന നദി ഏതാണ് നോക്ക്. ഏതാണ്? കാവേരി നദിയാണ് കേട്ടോ. ആ സിനിമയിലും കാവേരി നദിയെ പ്രതിപാദിക്കുന്നുണ്ടല്ലോ അല്ലേ. ഐശ്വര്യ റായ് നീന്തി ചെന്ന് രക്ഷിക്കുന്ന സീനൊക്കെ. അപ്പൊ പൊന്നിയുടെ മകൻ, പൊന്നി എന്ന് പറഞ്ഞാൽ ഏൻഷ്യൻ നെയിം ഓഫ് കാവേരി. ക്ലിയർ ആണല്ലോ. അപ്പൊ ആദിത്യ കരികാലനും അദ്ദേഹത്തിന്റെ പെങ്ങൾ കുന്തവി അവരൊക്കെ വരുന്ന ആ ചോളന്മാരുടെ കാലഘട്ടമാണ് മിഡീവൽ ചോളാസ്, പിന്നീട് വന്നവർ. അവരുടെ മറ്റൊരു പേരാണ് ഇംപീരിയൽ ചോളാസ്. ഇംപീരിയൽ എന്ന് വെച്ചാൽ എന്താണ്? സാമ്രാജ്യത്വം അല്ലെ. ഇംപീരിയലിസം, സാമ്രാജ്യത്വം. അങ്ങനെ സാമ്രാജ്യം പടുത്തുയർത്തി മറ്റുള്ള ആൾക്കാരെ ഡിഫീറ്റ് ചെയ്ത് വലിയൊരു എംപയർ പണി കഴിപ്പിച്ച ചോളന്മാരാണ് ഈ ചോളന്മാർ. അവരെയാണ് നമ്മൾ ഇംപീരിയൽ അല്ലെങ്കിൽ മിഡീവൽ ചോള എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാറ്റഗറി ലേറ്റർ ചോള എന്ന് പറയുന്നത്. അതൊരു 3rd കാറ്റഗറി ആയിട്ട് കാണേണ്ട കാര്യമില്ല. ഈ ഇംപീരിയൽ ചോളാസിന്റെ ടൈം ലൈൻ പറയുന്നത് 848 CE മുതൽ 1279 CE വരെയാണ്. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും 300 CEയിൽ ഒരു ബ്രേക്ക് വന്നു. 500 വർഷങ്ങൾക്കിപ്പുറം വീണ്ടും അതിനെ റിവൈവ് ചെയ്തെടുത്തു. ചെറിയ രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ചോളന്മാർ വീണ്ടും ഒരു വൻ പവറായി മാറി. 1279 അവരുടെ അവസാനം. ആ അവസാന കാലഘട്ടത്തിലെ കുറെ വീക്ക് റൂളേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ പ്രധാനിയായിരുന്നു കുലോത്തുംഗ ചോള. അവരെയാണ് നമ്മൾ ലേറ്റർ ചോള എന്ന് പറയുന്നത്. അതായത് മിഡീവൽ ചോളാസിന്റെ അവസാന ഭാഗത്തുള്ള രാജാക്കന്മാരാണ് ലേറ്റർ ചോള എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, 2 ചോളന്മാരുണ്ടായിരുന്നു, ഏർലി ചോളാസും മിഡീവൽ അല്ലെങ്കിൽ ഇംപീരിയൽ ചോളാസും. ഏർലി ചോളാസിലെ പ്രധാനിയാണ് ആര്? കരികാലൻ. ഏർലി ചോളാസിലേക്ക് വരാം. ഏർലി ചോളാസിന്റെ ക്യാപിറ്റൽ എവിടെയായിരുന്നു? അവരുടെ ക്യാപിറ്റൽ ആയിരുന്നു ഉറയൂർ എന്നോ അല്ലെങ്കിൽ ഉറയൂർ, സ്പെല്ലിങ്ങിൽ മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ. ഉറയൂർ എന്നും പറയും. ഇന്നത്തെ തിരുച്ചിറപ്പള്ളി, ട്രിച്ചിയിലെ NIT ട്രിച്ചിയൊക്കെ ഉള്ള തിരുച്ചിറപ്പള്ളി ഇവിടെയാണ് ഉറയൂർ ഉള്ളത്. അവരുടെ കാലഘട്ടം നമ്മൾ പറഞ്ഞു സംഘം ലിറ്ററേച്ചറിന്റെ കാലഘട്ടമാണ്. 600 BC മുതൽ 300 CE വരെയാണ് നമ്മൾ പറഞ്ഞു. കാലക്രമേണ അവരുടെ ക്യാപിറ്റൽ എങ്ങോട്ട് മാറി? കാവേരിയുടെ ഫെർട്ടൈൽ ആയിട്ടുള്ള ഏരിയയിലേക്ക് മാറി. ഈ ഭാഗത്തേക്ക്, ഇന്നത്തെ മയിലാടുംതുറൈ ഡിസ്ട്രിക്റ്റിൽ വരുന്ന
പുഹർ അല്ലെങ്കിൽ പൂംപുഹർ അല്ലെങ്കിൽ കാവേരി പൂംപട്ടണം അല്ലെങ്കിൽ കാവേരി പട്ടണം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറി. കേട്ടോ, കാവേരി പട്ടണം എന്ന് പറഞ്ഞ് പല പല ഏരിയാസ് ഉണ്ട് തമിഴ്നാട്ടിൽ. പക്ഷെ കാവേരി പൂംപട്ടണം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കാവേരി പട്ടണം എന്ന ഏൻഷ്യൻ ഇന്ത്യയിൽ നമ്മൾ പറയുമ്പോൾ അത് ചോളന്മാരുടെ ക്യാപിറ്റലിനെ പറയുന്നത്. ചോളന്മാരുടെ ക്യാപിറ്റലിനെ പറയുന്നത്. അവരുടെ ഫ്ലാഗ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ്? ടൈഗർ. ഓർത്തിരിക്കണം, ടൈഗർ ആണ്. കേട്ടോ, ക്ലിയർ ആണല്ലോ. അവരിൽ പ്രധാനപ്പെട്ട രാജാവ് അല്ലെങ്കിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട പഠിക്കേണ്ട ഒരേ ഒരു രാജാവ് ആരാണ്? കരികാല ചോള. കരികാല ചോള ഓർ കരികാല ദ ഗ്രേറ്റ്. കരികാലൻ കാല. അദ്ദേഹത്തിനെ പറ്റി ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് മൂപ്പർ അക്കാലഘട്ടത്തിൽ കാവേരി നദിയുടെ എക്രോസ് ആയിട്ട് പണിത ഒരു അണയാണ്. അണ എന്താണ്? ഡാമാണ്. അണ പണിയുന്നത് കല്ലുപയോഗിച്ചാണ്. കല്ലുപയോഗിച്ച് പണിത അണ, കല്ലണ, കല്ലണൈ ഡാം. Who built കല്ലണൈ ഡാം across കാവേരി റിവർ? അദ്ദേഹത്തിന്റെ പേരാണ് കരികാല ചോള. അപ്പോൾ ഓർത്തിരിക്കുക, കാല, കല്ല്, കല്ലണ എന്ന് ഓർത്തിരിക്കുക. ഇന്നും ഫങ്ഷനിങ് ആയിട്ടുള്ള ഡാമിന്റെ പേരാണ് മക്കളെ ഗ്രാൻഡ് ആനിക്കറ്റ്. ഗ്രാൻഡ് ആനിക്കറ്റ് വാസ് കൺസ്ട്രക്റ്റഡ് ബൈ കരികാല ചോള. ഇന്ത്യയിൽ ഫങ്ഷനിങ് ആയിട്ടുള്ള ഏറ്റവും പഴയ ഡാമുകളിൽ ഒന്നാണ് ഇത്, ഈ പറയുന്ന കല്ലണൈ അല്ലെങ്കിൽ ഗ്രാൻഡ് ആനിക്കറ്റ്. ക്ലിയർ ആണല്ലോ. അത് പണിത വർഷം 150 CE. 150 CE-ലാണ് അദ്ദേഹം പണിതത്. അദ്ദേഹത്തിനെ പറ്റി ചോദിക്കുന്ന രണ്ടാമത്തെ ഒരു കാര്യം, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടന്നൊരു യുദ്ധമാണ്. ആ യുദ്ധത്തിന്റെ പേരാണ് ബാറ്റിൽ ഓഫ് വെണ്ണി. ബാറ്റിൽ ഓഫ് വെണ്ണി 130 CE വെണ്ണിയിൽ വച്ച് നടന്ന യുദ്ധം. എന്താ വെണ്ണി എന്ന് പറയുമ്പോൾ ഇന്നത്തെ തഞ്ചാവൂർ ഭാഗത്ത് വരും. തഞ്ചാവൂറൊക്കെ നിങ്ങൾ കേട്ട ഒരുപാട് ക്ഷേത്രങ്ങൾ പണിതിട്ടുണ്ടാവും. ബൃഹദീശ്വര ടെമ്പിളൊക്കെ, അതൊക്കെ ചോളന്മാരുടെ കാലത്ത് പണിതാണ് തഞ്ചാവൂർ. ഈ വെണ്ണി യുദ്ധത്തിൽ എന്ത് സംഭവിച്ചു? ചോളന്മാര് എന്ത് ചെയ്തു? പാണ്ഡ്യാസിനെയും ചേരാസിനെയും തോൽപ്പിച്ചു. അങ്ങനെ ചോളന്മാര് എന്താ പറയുക, ഏറ്റവും വലിയ പവർ, തമിഴകത്തിലെ മൂവേന്തറിലെ ഏറ്റവും വലിയ പവറായിട്ട് ഉയർന്നു വന്ന യുദ്ധം ബാറ്റിൽ ഓഫ് വെണ്ണി. ബാറ്റിൽ ഓഫ് വെണ്ണിയിൽ ചോളന്മാരെ നയിച്ച രാജാവ് കരികാല. കേട്ടോ, കരികാല. ക്ലിയർ ആണല്ലോ. ക്ലിയർ ആണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഏർലി ചോളാസിന്റെ കാലഘട്ടത്തിൽ പണി കഴിപ്പിച്ച ഒരു ക്ഷേത്രമാണ് രംഗനാഥസ്വാമി ടെമ്പിൾ. രംഗനാഥസ്വാമി ടെമ്പിൾ ശ്രീരംഗം, ഇന്നത്തെ തിരുച്ചിറപ്പള്ളിയിലുള്ള, അതാ നോക്കുക, ദ്രവീഡിയൻ ആർക്കിടെക്ചറിലെ വൺ ഓഫ് ദ ഏർലിയസ്റ്റ് ടെമ്പിൾസ്, വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ടെമ്പിൾസ്. അത്രയും കൊത്തുപണികളുള്ള, അത്രയും ഉയരത്തിൽ പണിത രംഗനാഥസ്വാമി ടെമ്പിൾ. രംഗനാഥസ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണു ഭഗവാന്റെ മറ്റൊരു രൂപമാണ്. കേട്ടോ, ഡെഡിക്കേറ്റഡ് ടു ലോർഡ് വിഷ്ണു. ഡെഡിക്കേറ്റഡ് ടു ലോർഡ് വിഷ്ണു. എവിടെയാണ് ലൊക്കേഷൻ? തിരുച്ചിറപ്പള്ളി. അപ്പോൾ ഇനി മുതൽ തിരുച്ചിറപ്പള്ളി അല്ലെങ്കിൽ കാവേരി പൂംപട്ടണം ഭാഗത്തൊക്കെ ഉണ്ടായിരുന്ന ഏതെങ്കിലും മോണുമെന്റിനെ പറ്റി ചോദിക്കുമ്പോൾ നമുക്കത് ചോളന്മാരുമായിട്ട് റിലേറ്റ് ചെയ്യാൻ കഴിയും. ക്ലിയർ ആണല്ലോ. നമുക്ക് മീഡിയവൽ ചോളയിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഏർലി ചോളാസിനെ പറ്റി പറഞ്ഞു. BC മുതൽ AD വരെ വന്ന് പിന്നീട് അവർ വീക്കായി പോയതിനു ശേഷം മറ്റൊരു രാജാവ് ഈ ചോളന്മാരെ റിവൈവ് ചെയ്തെടുത്തു. ചോളന്മാരുടെ ആ ഒരു ഉയർത്തെഴുന്നേപ്പ് നടക്കുന്നത് വിജയാലയ ചോളയുടെ കീഴിലാണ്. വിജയാലയ ചോളയുടെ 848 CE-യിൽ പിടിച്ചെടുത്ത തഞ്ചാവൂരിനെ തൻ്റെ ക്യാപിറ്റൽ സിറ്റിയാക്കി പണിതുകൊണ്ടാണ് അദ്ദേഹം മിഡീവൽ ചോളാസിന്റെ ആ ഒരു ഭരണം ആരംഭിച്ചത്. കേട്ടോ, അതുവരെ ചെറിയ ചെറിയ ഫാമിലി ആയിട്ട് അവിടെ ഇവിടെയൊക്കെ തെലുഗു ഭാഗത്തൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നവർ പിന്നീട് ഒരു വലിയ ഡൈനാസ്റ്റി ആയിട്ട് വളരുകയാണ്. സോ ഏത് വർഷമാണ് തഞ്ചാവൂർ ചോളാസ് ക്യാപിറ്റലായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത്? വർഷം 848. അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ചോള കിങ്സ് എസ്റ്റാബ്ലിഷ്ഡ് ദ സിറ്റി ഓഫ് തഞ്ചാവൂർ? തഞ്ചാവൂർ പണി കഴിപ്പിച്ച, തഞ്ചാവൂരിനെ ക്യാപിറ്റൽ സിറ്റി ആയിട്ട് പണി കഴിപ്പിച്ച രാജാവ് വിജയാലയ ചോള. അപ്പൊ മിഡീവൽ ചോളാസിന്റെ ക്യാപിറ്റൽ എവിടെയായിരുന്നു? ഏർലി ചോളാസ് നമ്മൾ പറഞ്ഞു ഉറയൂരായിരുന്നു, കാവേരി പൂംപട്ടണമായിരുന്നു. മിഡീവൽ ചോളാസിന്റെ ക്യാപിറ്റൽ ഒന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, തഞ്ചാവൂർ. രണ്ടാമത്തെ ക്യാപിറ്റലാണ് ഗംഗൈക്കൊണ്ട ചോളപുരം. ഗംഗ നോർത്ത് ഇന്ത്യൻ നദിയാണല്ലേ. ഗംഗൈക്കൊണ്ട എന്ന് പറഞ്ഞാൽ തമിഴിൽ അതിനർത്ഥം ഗംഗയെ കോൺക്വയർ ചെയ്ത, ഗംഗയെ കീഴ്പ്പെടുത്തി എന്നാണ്. ഗംഗയെ കൊണ്ട ചോളപുരം, അതായത് ഗംഗയിലെ ഏതോ രാജാവിനെ, നോർത്ത് ഇന്ത്യയിലെ ഏതോ രാജാവിനെ തോൽപ്പിച്ചതിന് ശേഷം ഇവരുടെ പേരാണെന്ന് അറിയാം. അതാരാണെന്ന് നമുക്ക് പഠിക്കാം. ഗംഗൈ കൊണ്ടാൻ, ഗംഗയെ കീഴ്പ്പെടുത്തിയവൻ എന്നറിയപ്പെടുന്ന രാജാവ് ആരാണെന്ന് നമുക്ക് പഠിക്കാം. അവരുടെ ക്യാപിറ്റലായിരുന്നു തഞ്ചാവൂരും ഗംഗൈ കൊണ്ട ചോളപുരവും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കാവേരി ആയിരുന്നു അവരുടെ ലൈഫ് ലൈൻ. കാവേരിയോട് ചുറ്റിപ്പറ്റിയായിരുന്നു അവരുടെ ക്യാപിറ്റൽസ് ഉണ്ടായിരുന്നത്. ചോളന്മാരുടെ ഇൻഫ്ലുവൻസ് നോക്കുക. ദാ ഈ ബ്ലൂ കളറിലായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഏരിയാസ്, ശരിയാണ്. പക്ഷെ അവരുടെ ഇൻഫ്ലുവൻസ് നോക്കുക. ഈ ചുവപ്പ് കാണുന്നത് നോർത്ത് ഇന്ത്യയിലേക്ക്, നോർത്ത് ഇന്ത്യയിൽ തന്നെ നോക്കുക, സൂക്ഷിച്ചു നോക്കുക.
പാലാ ഡൈനാസ്റ്റിയെ കീഴ്പ്പെടുത്തിയപ്പോഴാണ്. ഗംഗയുടെ നദി ഒഴുകുന്ന ഒരു ഭാഗം പാലാ ഡൈനാസ്റ്റി, പ്രധാനമായിട്ടും ഇന്നത്തെ ബംഗാൾ ബീഹാർ റീജിയൻ, അവരെ കീഴ്പ്പെടുത്തിയതിനു ശേഷമാണ് ഗംഗൈക്കൊണ്ടാൻ എന്ന പേര് ഒരു രാജാവ് സ്വീകരിച്ചത്. അതാരാണെന്ന് നമുക്ക് പറയാം. അവരുടെ ഇൻഫ്ലുവൻസ് നിങ്ങൾ നോക്കുക. ഇൻഫ്ലുവൻസ് എവിടം വരെ എത്തി? ഖ്മേർ ഡൈനാസ്റ്റി എടുത്ത് വാർത്തയിലുണ്ടായിരുന്നു. എന്താ കാരണം? ആങ്കോർ വാട്ട് ടെമ്പിൾ, ലോകത്തെ ഏറ്റവും വലിയ റിലീജിയസ് സ്ട്രക്ചർ എന്നറിയപ്പെടുന്ന ആങ്കോർ വാട്ട് ടെമ്പിൾ ഇന്നത്തെ കംബോഡിയയിലാണ്. അതിനെ ഒരു 8th വണ്ടർ ഓഫ് ദ വേൾഡ് ആയിട്ട് പ്രഖ്യാപിച്ചു. അതുകൊണ്ടാണ് അത് വാർത്തയിലുണ്ടായിരുന്നത്. ഓർത്തിരിക്കുക, കംബോഡിയയിലാണ്. സോ ആ കാലഘട്ടത്തിൽ ചോളന്മാരുടെ ഇൻഫ്ലുവൻസ് അവിടെ എത്തിയിരുന്നു. കുറച്ചുകൂടെ താഴേക്ക് നോക്കുക. ഇന്നത്തെ മലേഷ്യ, തായ്ലൻഡ് ഭാഗത്തെല്ലാം കാതാരം കൊണ്ടാൻ എന്നൊരു തമിഴ് സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വിക്രത്തിന്റെ കാതാരം കൊണ്ടാൻ. സോ അതിൻ്റെയൊക്കെ ഒരു ഒറിജിൻ ഈ ചോള ഹിസ്റ്ററിയാണ്. അങ്ങനെ ശ്രീലങ്ക, മാൽദീവ്സ്, മലേഷ്യ തുടങ്ങിയ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെല്ലാം ചോളന്മാരുടെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ കടല് കടന്നുപോയി ഇവരെയൊക്കെ കീഴ്പ്പെടുത്തണമെങ്കിൽ ചോളാസ് ഹാഡ് വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ നേവീസ് ഇൻ ഏൻഷ്യൻ ഇന്ത്യയിലെ പുരാതന ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ നേവി ആരുടേതായിരുന്നു? ചോളന്മാരുടേതായിരുന്നു. ക്ലിയർ ആണല്ലോ. മിഡീവൽ ചോളാസിലെ പ്രധാന രാജാക്കന്മാരെ പഠിക്കാം. ഒന്ന് രാജരാജ ചോള. 985 മുതൽ 1014 വരെ 985 മുതൽ 1014 വരെ ഭരിച്ച രാജരാജ ചോളയുടെ പേരായിരുന്നു പൊന്നിയിൻ സെൽവൻ. നമ്മുടെ ജയം രവി അവതരിപ്പിച്ച ക്യാരക്ടർ മിഡീവൽ ചോള. അദ്ദേഹത്തിന്റെ സഹോദരനായിരുന്നു ആദിത്യ രണ്ടാമൻ അല്ലെങ്കിൽ ആദിത്യ കരികാലൻ. 942 ജനിച്ച് 971 30 വയസ്സ് തികയുന്നതിന് മുന്നേ മരിച്ച അദ്ദേഹത്തിന്റെ സിനിമയിൽ കാണിച്ചത് നമുക്കറിയാം വിക്രമാണ്. അദ്ദേഹം രാജാവായിരുന്നില്ല, രാജകുമാരനായിരുന്നു അല്ലേ, രാജാവായിരുന്നില്ല. രാജരാജ 1 കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട രാജാവാണ്, നോട്ട് ചെയ്യുക, രാജേന്ദ്ര 1. രാജരാജ 1 മകൻ. അതൊന്നും ആ സിനിമയിൽ കാണിക്കുന്നില്ല അല്ലെ. രാജരാജ 1 കാലഘട്ടത്തിന്റെ അവസാനത്തോടു കൂടിയാണ് സിനിമ അവസാനിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകനായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോള രാജാവ് രാജേന്ദ്ര 1. എന്താണ് രാജേന്ദ്ര 1? അച്ഛൻ 1014 ഭരണം നിർത്തി. 1014 മുതൽ 1044 വരെ ചോള സാമ്രാജ്യത്തിനെ ഭരിച്ചതാരാണ്? രാജേന്ദ്ര 1 ആണ്. കേട്ടോ, രാജേന്ദ്ര 1 ആണ്. അപ്പൊ ഈ 2 രാജാക്കന്മാരെ പറ്റി നമ്മൾ ബ്രീഫായിട്ട് അറിഞ്ഞിരിക്കണം. രാജരാജ 1 പറ്റി അല്ലെങ്കിൽ പൊന്നിയിൻ സെൽവനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഇന്നത്തെ മാൽദീവ്സ്, ശ്രീലങ്ക ഭാഗത്തേക്ക് ചോളന്മാരുടെ ഭരണം എത്തുന്നത്. അത് ആ സിനിമയിൽ നിന്ന് വളരെ ക്ലിയർ ആണല്ലേ. അദ്ദേഹം ഒരു അസാസിനേഷൻ അറ്റംപ്റ്റിൽ നിന്നും പാണ്ഡ്യന്മാർ തന്നെ കൊലപ്പെടുത്താൻ നോക്കിയപ്പോൾ അറ്റംപ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ട് മൂപ്പര് പോയത് ശ്രീലങ്കയിലാണ് അഭയം പ്രാപിച്ചത്. അതിനർത്ഥം ചോളന്മാരുടെ ഇൻഫ്ലുവൻസ് എവിടെ ഉണ്ടായിരുന്നു? ശ്രീലങ്ക തൊട്ടിപ്പുറ കിടക്കുന്ന മാൽദീവ്സ്, അങ്ങോട്ടേക്ക് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഇൻഫ്ലുവൻസ് എത്തി. സാമ്രാജ്യം വളർത്തി ഇംപീരിയൽ ചോളാസ്. അപ്പൊ വാക്കിന്റെ അർത്ഥം മനസ്സിലായില്ലേ? അദ്ദേഹമാണ് ഇദ്ദേഹം ഞാൻ ആ പടം അങ്ങ് വൃത്തികേടാക്കുന്നില്ല. ഇത് രാജരാജ 1 ആണ്. ഹിസ്റ്റോറിയൻസ് പറയുന്നത് ഇത് അദ്ദേഹത്തിന്റെ സഹോദരൻ ആദിത്യ കരികാലനാണെന്നാണ്. കേട്ടോ, അദ്ദേഹത്തെ പറ്റി ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യം, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ കമ്മീഷൻ ചെയ്തൊരു ടെമ്പിൾ ആണ് ബൃഹദീശ്വര ശിവ ടെമ്പിൾ തഞ്ചൂർ. അതായത് തഞ്ചൂർ അല്ലെങ്കിൽ തഞ്ചാവൂരുള്ള ഒരു ശിവക്ഷേത്രം. ഏതാണ് ശിവക്ഷേത്രം? ശിവക്ഷേത്രത്തിന്റെ പേരാണ് ബൃഹദീശ്വര ശിവ ടെമ്പിൾ. one of the most beautiful temples during ചോള പീരീഡ്. അതാണ് ബൃഹദീശ്വര തഞ്ചാവൂർ ടെമ്പിൾ, ബൃഹദീശ്വര ശിവ ടെമ്പിൾ. ലൊക്കേഷൻ എവിടെയാണ്? തഞ്ചാവൂരാണ്. കേട്ടോ, ലൊക്കേഷൻ തഞ്ചാവൂരാണ്. അദ്ദേഹത്തിന്റെ മകനെ പറ്റി അറിയണം. മകനാണ് രാജേന്ദ്ര 1. രാജേന്ദ്ര 1 ഒരുപാട് ടൈറ്റിലുകൾ അസ്യൂം ചെയ്തു. അപ്പൊ നിങ്ങളോട് ചോദിക്കാറുണ്ടല്ലേ, മുടികൊണ്ട ചോള എന്നുള്ള ടൈറ്റിൽ അസ്യൂം ചെയ്ത രാജാവാരാണ്? പരംഭട്ടാരക എന്നുള്ള ടൈറ്റിൽ അസ്യൂം ചെയ്ത രാജാവാരാണ്? അതെനിക്ക് ഉത്തരം നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. പരംഭട്ടാരക എന്നുള്ള പേരിൽ അറിയപ്പെട്ട രാജാവ് ആരാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ ഏകരഥ് സോൾ സോവറിൻ എന്നുള്ള പേരിൽ അറിയപ്പെട്ട രാജാവ് ആരാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ഇതൊക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ കാണും. ഇദ്ദേഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ പേര് മുടികൊണ്ട ചോളൻ, കിരീടം വച്ച ചോളൻ, ദ ക്രൗണ്ട് ചോള എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത്. അപ്പോൾ മറ്റുള്ളവർ കിരീടം വച്ചില്ലേ എന്ന് ചോദിക്കരുത്. ഇദ്ദേഹത്തിന്റെ പേരാണ് ക്രൗണ്ട് ചോള. രണ്ടാമത്തെ പേര് പണ്ഡിത ചോളൻ, വിവരമുള്ള സ്കോളർലി ചോളൻ. പണ്ഡിത ചോളൻ എന്നറിയപ്പെട്ടതും രാജേന്ദ്ര 1 ആണ്. മൂന്നാമത്തെ പേര് ഗംഗൈക്കൊണ്ടാൻ. എന്താണ്? ഗംഗൈക്കൊണ്ടാൻ, ഗംഗയെ കീഴ്പ്പെടുത്തിയവൻ. ഗംഗാ നദിയുടെ ഭാഗത്തുണ്ടായിരുന്ന
പാലാ ഡൈനാസ്റ്റിയെ തോൽപ്പിച്ചതാ. ഈ പാലാ ഡൈനാസ്റ്റിയെ തോൽപ്പിച്ച് തന്റെ ഇൻഫ്ലുവൻസ് അങ്ങോട്ട് എത്തിച്ചപ്പോൾ തന്റെ ക്യാപിറ്റലിന് അദ്ദേഹം ഒരു പേര് കൊടുത്തു, ഗംഗൈക്കൊണ്ട ചോളപുരം. അപ്പൊ തഞ്ചാവൂരിൽ നിന്ന് ക്യാപിറ്റൽ എങ്ങോട്ട് എത്തി? ഗംഗൈക്കൊണ്ട ചോളപുരം. സോ ഹൂ ഇസ് ദ ഫൗണ്ടർ ഓഫ് ഗംഗൈക്കൊണ്ട ചോളപുരം? ഉത്തരം നിങ്ങൾക്കറിയാം. എന്താണ്? രാജേന്ദ്ര 1. അദ്ദേഹത്തിന്റെ അടുത്ത പേരാണ് കാതാരം കൊണ്ടാൻ. ഞാൻ പറഞ്ഞില്ല ഒരു സിനിമയുടെ കാര്യം, കാതാരം കൊണ്ടാൻ. അത് വിക്രത്തിന്റെ തന്നെ സിനിമയാണ്, കാതാരം കൊണ്ടാൻ. കാതാരം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മലേഷ്യയിലുള്ള ഖേദ എന്ന് പറയുന്ന സ്ഥലമാണ്. കാതാരത്തിനെ കീഴ്പ്പെടുത്തിയവനാണ് കാതാരം കൊണ്ടാൻ. നോക്കുക, കാതാരത്തിനെ കീഴ്പ്പെടുത്തിയവനാണ് കാതാരം കൊണ്ടാൻ. തന്റെ ഇൻഫ്ലുവൻസ് മലേഷ്യയിലേക്കും എത്തി. അപ്പൊ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ തമിഴ് സിനിമകളിൽ മലേഷ്യയിലേക്ക് പോകുന്ന ഒരുപാട് സീനുണ്ട്. നമ്മുടെ കബാലി ഉൾപ്പെട്ട സിനിമകളിൽ ആ ഒരു മലേഷ്യൻ ഇൻഫ്ലുവൻസ്, തമിഴ് മലേഷ്യൻ കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ഈ കാലഘട്ടത്തിൽ വന്നതാണെന്ന് നമുക്ക് പറയാൻ കഴിയും. കേട്ടോ? ക്ലിയർ ആണല്ലോ? ചോള ആർക്കിടെക്ചർ, ചോളന്മാരുടെ കാലത്തെ പ്രധാനപ്പെട്ട ആർക്കിടെക്ചർ. ചോളന്മാരുടെ കാലത്ത് പ്രധാനപ്പെട്ട ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ടെമ്പിൾ ആർക്കിടെക്ചർ ആണ്. ദ്രവീഡിയൻ സ്റ്റൈലുള്ള, ഏത് സ്റ്റൈലാണ്? ദ്രവീഡിയൻ സ്റ്റൈലിലുള്ള ക്ഷേത്രങ്ങളാണ് അവർ പ്രധാനമായിട്ടും പണിത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ആ ക്ഷേത്രങ്ങൾ ദേ വെയർ ഡിക്ലെയർഡ് എ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ബൈ യുനെസ്കോ. യുനെസ്കോ യുണൈറ്റഡ് നേഷൻസിന്റെ ഏജൻസിയാണ്, നമുക്കറിയാം. പാരീസിൽ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ള, എവിടെ? ഫ്രാൻസിലെ പാരീസിൽ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ള യുനെസ്കോ ഈ ചോളന്മാരുടെ ക്ഷേത്രങ്ങളെ കളക്റ്റീവായിട്ട് ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചു. ആ സൈറ്റിന്റെ പേരെന്താണ്? ഗ്രേറ്റ് ലിവിംഗ് ചോള ടെമ്പിൾസ്. ലിവിംഗ് ടെമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഇന്നും പൂജയുള്ള ക്ഷേത്രങ്ങളാണ്. അതായത് നശിച്ചു പോയിട്ടില്ല, ഇന്നും പൂജയുള്ള, ആക്റ്റീവായിട്ടുള്ള, ഫംഗ്ഷനിങ് ആയിട്ടുള്ള ക്ഷേത്രങ്ങളാണ്. 1986 ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, 1980കളിൽ, എക്സാക്ട്ലി പറഞ്ഞാൽ 83-ലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രഖ്യാപിച്ച വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകൾ ഏതൊക്കെയാണെന്ന് പറയുക? 3 സൈറ്റുകളാണ്. ഏതൊക്കെയാണെന്ന് പറയുക? ഇന്ത്യയിൽ അവസാനമായിട്ട് പ്രഖ്യാപിച്ച ലേറ്റസ്റ്റ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകൾ ഏതാണെന്നും പറയുക. മുഴുവൻ ഇപ്പം 42 സൈറ്റുകൾ ഉണ്ടല്ലേ. ആദ്യത്തേതും അവസാനത്തേതും ഏതാണെന്ന് കമന്റ് ചെയ്യണം. കേട്ടോ? അപ്പൊ ഈ 3 ക്ഷേത്രങ്ങളും മിഡീവൽ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ പണികഴിപ്പിച്ചാണ്. ഈ 3 ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഗ്രേറ്റ് ലിവിംഗ് ചോള ടെമ്പിൾസ്, അതിലെ 3 ക്ഷേത്രങ്ങൾ. ഒന്ന് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു, ബൃഹദീശ്വര ടെമ്പിൾ അറ്റ് തഞ്ചാവൂറുള്ള ബൃഹദീശ്വര ക്ഷേത്രം. 2 ശിവന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ബൃഹദീശ്വര ടെമ്പിൾ ആണ്. അവരുടെ മറ്റൊരു ക്യാപിറ്റൽ ഗംഗൈക്കൊണ്ട ചോളപുരം. അപ്പൊ ഒരു ക്യാപിറ്റൽ തഞ്ചാവൂർ, ഒരു ക്യാപിറ്റൽ ഗംഗൈക്കൊണ്ട ചോളപുരം. 2 സ്ഥലത്തും എന്തുണ്ടായിരുന്നു? ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. ഇതാ നോക്കുക, നന്ദിയെ നമുക്ക് കാണാൻ കഴിയും. നന്ദി ഉള്ളത് നമുക്കറിയാം, ശിവക്ഷേത്രമാണ്. ഇതാണ് ഗംഗൈക്കൊണ്ട ചോളപുരത്തുള്ളത്. ഏറ്റവും മാഗ്നിഫിഷ്യൻ്റ് ആയിട്ടുള്ളത് എവിടെയാണ്? തഞ്ചാവൂരാണ്. കേട്ടോ? ആ ക്ഷേത്രത്തിന്റെ വലിപ്പവും ആ ദ്രവീഡിയൻ ആർക്കിടെക്ചറിന്റെ സ്റ്റൈലൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏറ്റവും അടിപൊളിയായിട്ടുള്ളത് എവിടെയാണ്? തഞ്ചാവൂരാണ്. 3-മത്തേത് ഐരാവതേശ്വര ടെമ്പിൾ, കുംഭകോണം. തമിഴ്നാട്ടിലെ മറ്റൊരു ജില്ലയായിട്ടുള്ള കുംഭകോണം എന്ന് പറയുന്ന സ്ഥലത്ത് പണികഴിപ്പിച്ച ഐരാവതേശ്വര ടെമ്പിൾ. ഇതൊക്കെ അടുത്തടുത്താണ് കാണുന്നത്. കേട്ടോ? ഇതൊക്കെ അടുത്തടുത്താണ്. ഈ പറയുന്ന തിരുച്ചിറപ്പള്ളി, തഞ്ചാവൂർ, കുംഭകോണം, ഇതൊക്കെ അടുത്തടുത്താണ്. ഈ 3 ക്ഷേത്രങ്ങളെയും ചേർത്താണ് ഗ്രേറ്റ് ലിവിംഗ് ചോള ടെമ്പിൾസ് എന്ന് വിളിച്ചത്. എന്നിട്ട് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലേക്ക് പ്രഖ്യാപിച്ചത്. ഇവരിലേക്ക് പോകുമ്പോൾ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അവസാനത്തേക്ക് എത്തിയാണ് നമ്മുടെ ക്ലാസ്സിന്റെ, ഉത്തിരമേരൂർ ഇൻസ്ക്രിപ്ഷൻ. ഹൈലൈറ്റ് ചെയ്ത് പഠിച്ചോളുക. ഉത്തിരമേരൂർ ഇൻസ്ക്രിപ്ഷൻ. നമുക്ക് പഞ്ചായത്തി രാജ് സിസ്റ്റത്തിന് അറിയാലേ. പഞ്ചായത്തി രാജ് സിസ്റ്റത്തിന് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കൊടുക്കാൻ വേണ്ടി ഏറ്റവും കഷ്ടപ്പെട്ട പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. ആരാണ്? രാജീവ് ഗാന്ധിയാണ്. നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ മകനായിട്ടുള്ള രാജീവ് ഗാന്ധി, നമ്മുടെ യങ്ങസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന രാജീവ് ഗാന്ധി. ഈ വ്യക്തി, ഇദ്ദേഹം ഒരു ക്ഷേത്രത്തിൽ വരികയും ആ ക്ഷേത്രത്തിലെ ഫലകങ്ങളെ പറ്റി കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് ലോക്കൽ ബോഡീസിന് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കൊടുക്കണം എന്നൊക്കെ വാർത്തകൾ വായിച്ച് പരിചയമുണ്ട്. അപ്പോൾ സത്യമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. മൻ കി ബാത്ത് എന്ന പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ഉത്തരമേരൂർ ടെമ്പിൾ ഇൻസ്ക്രിപ്ഷൻ. അപ്പൊ ഈ രാഷ്ട്രീയക്കാര് ഈ ഉത്തരമേരൂർ ഇൻസ്ക്രിപ്ഷനെ പറ്റി പറയാൻ കാരണം എന്താണ്? കാരണം മറ്റൊന്നുമല്ല, ഇറ്റ് മെൻഷൻസ് സെൽഫ് ഗവേർണൻസ്, വില്ലേജ് അല്ലെങ്കിൽ റൂറൽ സെൽഫ് ഗവേർണൻസ് ഇൻ ചോള പീരീഡ്. ചോളന്മാരുടെ കാലഘട്ടത്തെ വില്ലേജ് സെൽഫ് ഗവേർണൻസിനെ പറ്റി വ്യക്തമായി പ്രതിപാദിക്കുന്ന ഒരു ഇൻസ്ക്രിപ്ഷനാണ് ഉത്തരമേരൂർ ടെമ്പിൾ ഇൻസ്ക്രിപ്ഷൻ. അപ്പൊ ലൊക്കേഷൻ എവിടെയാണ്? കാഞ്ചീപുരം ജില്ലയിൽ, ചെന്നൈക്ക് അടുത്തുള്ള കാഞ്ചീപുരം ജില്ലയിൽ, അതായത് തമിഴ്നാട്ടിലാണ്. അവിടെയുള്ള ഒരു ക്ഷേത്രമാണ്, ഞാനത് ഹൈലൈറ്റ് ചെയ്യാം. അവിടെയുള്ള ക്ഷേത്രമാണ് വൈകുണ്ഠ പെരുമാൾ ടെമ്പിൾ. വൈകുണ്ഠ പെരുമാൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വിഷ്ണുവിന് ഡെഡിക്കേറ്റഡ് ആയിരിക്കും എന്നറിയാം. ഇതാണ് വൈകുണ്ഠ പെരുമാൾ ടെമ്പിൾ. അപ്പൊ ആ ക്ഷേത്രത്തിൻ്റെതാ ഈ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് കൊത്തി വച്ചിട്ടുള്ള ഭാഗം,
കുറേ കാര്യങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ ഇലക്ഷൻ നടന്നുകൊണ്ടിരുന്നത്? ഓർക്കുക, ഇലക്ഷൻ നമ്മൾ പറയുന്നത് മിഡീവൽ ചോളാസിനെ പറ്റി. ഇലക്ഷൻ നടത്തി വ്യക്തികൾ അവരവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ എങ്ങനെ ഇലക്ട് ചെയ്തു തുടങ്ങിയ കാര്യങ്ങളാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അവരെങ്ങനെ ഇലക്ട് ചെയ്തെന്നറിയോ? അതിന് പറയുന്ന പേരാണ് കുടവോലൈ സിസ്റ്റം. കുടവോലൈ സിസ്റ്റം, കുടവോല സിസ്റ്റം. ഓല പാം ലീഫ്, ഈ പാം ലീഫിലേക്ക് അവരെന്ത് ചെയ്യും? അവരെ ഇലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ പേര് എഴുതും, എന്നിട്ടൊരു കുടത്തിലേക്ക് ഇടും. നമ്മൾ സ്കൂളിലൊക്കെ ലീഡറിനെ തിരഞ്ഞെടുക്കാറില്ലേ? അതേ ബാലറ്റ് സിസ്റ്റം. സോ നോട്ട് ചെയ്യുക, കുടവോലൈ സിസ്റ്റം, an ancient election system is related to ചോള. ലോക്കൽ സെൽഫ് ഗവർണൻസിന് പേര് കേട്ട മൂവേന്തർ ചോള കേട്ടോ. എലക്ടിങ് ദെയർ വില്ലേജ് റെപ്രസെൻറ്റേറ്റീവ്സ്. ക്ലിയർ ആണല്ലോ? സ്വന്തം റെപ്രസെൻറ്റേറ്റീവ്സിനെ എലക്ട് ചെയ്തവർ. ഇനി നിങ്ങൾ തംബ്നെയിൽ കണ്ടു വന്നവർ ഞാൻ എങ്ങനെയാണ് ചോള സാമ്രാജ്യം അവസാനിച്ചതെന്ന് പറഞ്ഞില്ലെങ്കിൽ പറയില്ലേ ഇത് ക്ലിക്ക് ബൈറ്റ് ആണെന്ന്. ഞാൻ പറയാം എങ്ങനെയാണ് ചോളാസിന്റെ അവസാനമെന്ന്. മൂവേന്തറിലെ പ്രധാനികൾ ആരൊക്കെയാണ്? ചോള, ചേര, പാണ്ഡ്യ. ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്? പല്ലവാസ് അതിൽ വരുന്നില്ല. നമ്മുടെ കാഞ്ചീപുരം ബേസ് ആയിട്ട് പ്രവർത്തിച്ച് നമ്മുടെ മഹാബലിപുരം ഇല്ലേ, മഹാബലിപുരം, നിങ്ങളൊക്കെ ടൂർ പോയിട്ടുണ്ടാവും പലരും. മഹാബലിപുരത്തെ ക്ഷേത്രങ്ങളൊക്കെ പണികഴിപ്പിച്ച പല്ലവാസ് ഈ മൂവേന്തറിൽ വരുന്നില്ല, അവർ പിന്നീട് വന്നവരാണ് കേട്ടോ. ഈ മൂവേന്തറിലെ പ്രധാനികൾ ചോള, ചേര, പാണ്ഡ്യ, അതിൽ പാണ്ഡ്യന്മാർ കാലക്രമേണ പവർഫുൾ ആവുകയും ചോളന്മാരെ തോൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ചോള സാമ്രാജ്യം ഇല്ലാതെയായത് ആരുടെ കൈകൊണ്ടാണ്? ഇതാ ഈ സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മുടെ റിയാസ് ഖാനും കിഷോർ എന്ന് പറയുന്ന നടനമൊക്കെ അടിപൊളിയായിട്ട് അവതരിപ്പിച്ച പാണ്ഡ്യന്മാരുടെ കൈകൊണ്ടാണ് ചോളന്മാരില്ലാതെയായത്. ഏത് വർഷം? വർഷം 1279, എൻഡ് ഓഫ് ചോളാസ്. ഒറ്റയടിക്ക് ഇല്ലാതാവുകയല്ല ചെയ്തത്. ഈ പ്രധാനപ്പെട്ട രാജാക്കന്മാരൊക്കെ കാലത്തിന് ശേഷം ഒരു വീക്ക് പീരീഡ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ഡിക്ലൈൻ ഓഫ് ചോളാസ്, ഞാൻ പറഞ്ഞല്ലോ ലേറ്റർ ചോളാസ് എന്ന് പറഞ്ഞല്ലോ, കുലോത്തുംഗ ചോളന്റെ ഒക്കെ സമയത്ത് അങ്ങനെ തോറ്റ് ടെറിട്ടറി കുറഞ്ഞു വന്നു. ഒടുവിൽ രാജേന്ദ്ര ചോള മൂന്നാമൻ, നമ്മൾ രാജരാജ ചോള രാജേന്ദ്രനൊക്കെ പഠിച്ചു, ഇത് രാജേന്ദ്ര മൂന്നാമൻ. രാജേന്ദ്ര വണ്ണിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത് മുടികൊണ്ട ചോള എന്നൊക്കെ കേട്ടോ. രാജേന്ദ്ര മൂന്നാമൻ മൂപ്പര് ഭരിച്ചത് 1246 മുതൽ 1279 വരെയാണ്. മൂപ്പരുടെ കാലഘട്ടമാണ് അവസാനത്തെ ചോള രാജാവിന്റെ കാലഘട്ടമായിട്ട് രേഖപ്പെടുത്തുന്നത്. അതിനുശേഷം ഭരണം പാണ്ഡ്യന്മാരുടെ കയ്യിലേക്ക് പോയി. അങ്ങനെ ഭരണം പിടിച്ചെടുത്ത പാണ്ഡ്യ രാജാവിന്റെ പേര് കൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് നിർത്താം. അദ്ദേഹത്തിന്റെ പേരാണ് ജാതവർമ്മൻ സുന്ദരപാണ്ഡ്യ. സുന്ദര ചോള, സുന്ദരപാണ്ഡ്യ എന്ന് കേട്ടില്ല, എല്ലാവരും സുന്ദരന്മാരായിരുന്നു. ജാതവർമ്മൻ, സുന്ദരപാണ്ഡ്യ. അങ്ങനെ പാണ്ഡ്യന്മാരുടെ കൈകൊണ്ട് ആരില്ലാതെയായി? ചോളന്മാരില്ലാതെയായി. അപ്പൊ ചേരന്മാരോ? പോട്ടെ, ഈ പാണ്ഡ്യന്മാർക്ക് എന്താ സംഭവിച്ചത്? ഇതെല്ലാം നമുക്ക് പറഞ്ഞു തരാം, പഠിക്കാം, വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതൊക്കെ പഠിക്കണമെങ്കിൽ, റെഗുലറായിട്ട് ഈ കണ്ടന്റ് നിങ്ങളിലേക്ക് വരണമെങ്കിൽ സ്ഥിരം പറയാറുള്ള കാര്യമാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ തന്നെ നിങ്ങൾക്കറിയാം, ഒരുപാട് കാര്യങ്ങൾ പരീക്ഷയെ സംബന്ധിച്ച് നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഈ ചാനൽ പഠിക്കുന്ന, സീരിയസ് ആയിട്ട് പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം. ഒരു ഓർഗനൈസ്ഡ് സ്ട്രക്ചേർഡ് പ്ലാൻ അനുസരിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും സൈലത്തിന്റെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുക. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള, ഇന്ന് കേരളത്തിൽ ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു വിദ്യാഭ്യാസ സ്ഥാപനമില്ല കേട്ടോ. അപ്പോൾ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാം. ലൈവ് ക്ലാസ്സുകളാണ്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം, മറ്റൊരു വീഡിയോയിൽ കാണാം. ചേരന്മാരെയും പാണ്ഡ്യന്മാരെയും നമുക്ക് പരിചയപ്പെടാം. അതുവരേക്കും നല്ലപോലെ പഠിക്കുക. ഇഷ്ടമുള്ള പരീക്ഷ എത്രയും പെട്ടെന്ന് എഴുതിയെടുക്കുക. ഓൾ ദ ബെസ്റ്റ്.